നമസ്കാരം. ഗൾഫ് മേഖലയിൽ ടാക്സ് നിയമങ്ങളിൽ ഈയിടെയായി ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മുടെ കയ്യിലുള്ള കുറച്ച് റിപ്പോർട്ടുകളും ലേഖനങ്ങളുമൊക്കെ വെച്ച് നമുക്കതൊന്ന് നോക്കാം. ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിനെയൊക്കെ എങ്ങനെ ബാധിക്കാം? എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായും. നമുക്ക് പ്രധാനമായും UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, പിന്നെ കുവൈറ്റ്. ഈ രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ്, പിന്നെ ഈ പുതിയ ഇൻവോയ്സിംഗ്, ഇതിലൊക്കെയുള്ള പ്രധാന അപ്ഡേറ്റുകൾ നോക്കാം. കാര്യങ്ങൾ ലളിതമായിട്ട് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ UAEയിൽ നിന്ന് തന്നെ തുടങ്ങാം. കോർപ്പറേറ്റ് ടാക്സ് അവിടെ ഇപ്പോൾ നിലവിൽ വന്നല്ലോ. ഈ ഫ്രീ സോണിലെ കമ്പനികൾക്ക് ഇത് എങ്ങനെയാണ് ബാധകമാകുന്നത്? അവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടുണ്ട്. ഫ്രീ സോണുകളിൽ ക്വാളിഫയിങ് ഇൻകം എന്ന് പറയുന്ന ചില പ്രത്യേക വരുമാനം നേടുന്നവർക്ക് അവർക്ക് 0% നികുതി നിരക്ക് കിട്ടും. 0%? അതെ, പക്ഷെ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ ക്വാളിഫയിങ് ആക്ടിവിറ്റീസ് തന്നെ ചെയ്യണം, എക്സ്ക്ലൂഡഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഡി മിനിമസ് റൂള്, അതായത് യോഗ്യമല്ലാത്ത വരുമാനം, ഈ നോൺ ക്വാളിഫയിങ് റവന്യൂ ഒരു പരിധിയിൽ കൂടാൻ പാടില്ല. ഒന്നുകിൽ AD 5 മില്യൺ അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിന്റെ 5%. ഇതിലിപ്പോഴും ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ഗവൺമെന്റ് കൂടുതൽ ഗൈഡൻസ് തരുമായിരിക്കും. അപ്പോൾ 0% കിട്ടാൻ കുറച്ച് കടമ്പകളുണ്ട് എന്ന് സാരം. അതെ. അതോടൊപ്പം തന്നെ ഈ ഗ്ലോബൽ മിനിമം ടാക്സ് OECD പില്ലർ 2, അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഡൊമസ്റ്റിക് മിനിമം ടോപ്പ് അപ്പ് ടാക്സ് DMTT, അതും UAE നടപ്പാക്കുന്നുണ്ടല്ലേ? അതെ, അത് 2025 ജാനുവരി 1 മുതൽ വരും. ഇത് പക്ഷേ എല്ലാവർക്കുമല്ല. ഈ ലോകം മുഴുവൻ ബിസിനസ്സുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്കാണ്. ഒരു 750 മില്യൺ യൂറോക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക്. ഓക്കെ, വലിയ കളിക്കാർക്ക്. അതെ, അവരെവിടെ പ്രവർത്തിച്ചാലും ഒരു മിനിമം 15% ടാക്സ് കൊടുക്കണമെന്ന് ഉറപ്പാക്കാനാണിത്. ശരി, ഇനി വാറ്റ് രംഗത്തോ? അവിടെ എന്തെങ്കിലും പുതുമകൾ? വാറ്റിലുണ്ട്. രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ലോകത്ത് ആദ്യമായിട്ട് കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി സാധനം വാങ്ങുന്ന ടൂറിസ്റ്റുകൾക്ക് പോലും വാറ്റ് റീഫണ്ട് കിട്ടുന്നൊരു സിസ്റ്റം UAE കൊണ്ടുവന്നു. ഓഹോ. പിന്നെ ഈ ടാക്സ് കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതോറിറ്റിയിൽ നിന്നൊരു ക്ലാരിഫിക്കേഷൻ വാങ്ങാനുള്ളൊരു സംവിധാനമുണ്ട്, പ്രൈവറ്റ് ക്ലാരിഫിക്കേഷൻ. അതിന് നടപടിക്രമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു ഫീസുമുണ്ട്. ഒരു ടാക്സിന് 1500 ദിർഹം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ 2250 ദിർഹം. അതോടൊപ്പം ഇൻവോയ്സിംഗ്, പെപ്പോൾ മോഡൽ അടിസ്ഥാനമാക്കിയുള്ളൊരു സിസ്റ്റം പതുക്കെ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ പ്ലാനുണ്ട്. ഓക്കെ, അപ്പോൾ UAEയിൽ കാര്യമായി ശ്രദ്ധിക്കണം. ഇനി സൗദിയിലേക്ക് വന്നാലോ? അവിടെയും ഇൻവോയ്സിംഗ് വലിയ വാർത്തയാണല്ലോ. അതെ, സൗദി ഇൻവോയ്സിംഗിൽ വളരെ മുന്നോട്ടു പോയി. പല ഘട്ടങ്ങളായിട്ട്, അതായത് വേവ്സ് ആയിട്ടാണ് നടപ്പാക്കുന്നത്. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പ് ടാക്സ് പേയേഴ്സിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഏറ്റവും പുതിയതായിട്ട് 17, 18, 19 ഘട്ടങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് യഥാക്രമം 2.5 മില്യൺ, 2 മില്യൺ, 1.75 മില്യൺ സൗദി റിയാലിന് മുകളിൽ വരുമാനമുള്ളവർക്കാണ്. ഇൻവോയ്സുകളിൽ QR കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അവിടെ. ശരി, സൗദിയിലെ വേറെ എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ? ഒന്ന്, ഈ കോവിഡ് സമയത്ത് വന്ന ചില ടാക്സ് പിഴകളുണ്ടല്ലോ, അതൊഴിവാക്കാനൊരു ആനുകൂല്യം കൊടുത്തിരുന്നു. അതിന്റെ കാലാവധി 2025 ജൂൺ വരെ നീട്ടിയിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ് പല ബിസിനസ്സുകൾക്കും. പിന്നെ സക്കാത്ത് സംബന്ധിച്ച് പുതിയ ഗൈഡൻസ് വന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ടാക്സ് RTET, അതിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൗദിയിലും മാറ്റങ്ങൾ സജീവമാണ്. ഇനി ബാക്കിയുള്ള GCC രാജ്യങ്ങളെ ഒന്ന് ഓടിച്ചു നോക്കിയാലോ? ബഹ്റൈനും ഈ പറഞ്ഞ DMTT, അതായത് 15% മിനിമം ടാക്സ്, അത് നടപ്പാക്കുന്നതിൽ മുന്നിലുണ്ട് 2025 ജാനുവരി 1 മുതൽ. പിന്നെ അവരുടെ എക്സൈസ് ടാക്സുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ ഡിജിറ്റലാക്കിയിട്ടുണ്ട്. ഒമാനിൽ ഒരു നല്ല കാര്യം, ഇലക്ട്രിക് വാഹനങ്ങൾക്കും അതിന്റെ സ്പെയർ പാർട്സിനും വാറ്റ്, കസ്റ്റംസ് നികുതി, രജിസ്ട്രേഷൻ ഫീ, ഇതിലൊക്കെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിസ്ഥിതിക്ക് നല്ലതാണ്. പിന്നെ വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ തഅക്കദ് എന്നൊരു മൊബൈൽ ആപ്പും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. കൊള്ളാം. ഖത്തറിലോ? അവിടെയും ഈ മിനിമം ടാക്സ് വരുന്നുണ്ടോ? ഉണ്ട്. ഖത്തറും ഈ 15% ഗ്ലോബൽ മിനിമം ടാക്സ് DMTT നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രധാനമായും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ ഗ്രൂപ്പുകളെയാണ് ബാധിക്കുക. രാജ്യത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന കമ്പനികളെ ബാധിക്കില്ല. ഓക്കെ, ഇനി കുവൈറ്റ്. അവിടെ ഈ റിട്ടൻഷൻ നിയമം എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
എന്താണത്? അത് ശരിയാണ്. കുവൈറ്റില് ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കുമ്പോൾ ആ പേയ്മെന്റിന്റെ 5% തുക പിടിച്ചുവെക്കും. ഓക്കേ. ഇത് പക്ഷേ വിത്ത്ഹോൾഡിംഗ് ടാക്സ് പോലെ എടുത്തോണ്ട് പോവല്ല. ആ കോൺട്രാക്ടർ അവരുടെ ടാക്സ് ബാധ്യതകളെല്ലാം തീർത്തു എന്നുറപ്പാക്കി കഴിഞ്ഞാൽ ഈ 5% തിരികെ കൊടുക്കും. ഒരു സെക്യൂരിറ്റി പോലെ. മനസ്സിലായി. കുവൈറ്റും DMTT നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഗൾഫ് മേഖലയിലാകമാനം ഒരു ടാക്സ് പരിഷ്കരണത്തിന്റെ ഒരു തരംഗം കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായും. ഈ ഇൻവോയ്സിംഗ് ഒരുവിധം എല്ലായിടത്തും വരുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു. OECD പില്ലർ 2 അടിസ്ഥാനമാക്കിയുള്ള DMTT പല രാജ്യങ്ങളും ഏറ്റെടുക്കുന്നു. ടാക്സ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ, അതായത് ടാക്സ് കംപ്ലയൻസിൽ കൂടുതൽ ശ്രദ്ധ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ESG പരിസ്ഥിതി, സാമൂഹികം, ഭരണം, ഈ ഘടകങ്ങൾക്കും ടാക്സിനും തമ്മിലുള്ള ബന്ധത്തിനും പ്രാധാന്യം ഏറി വരികയാണ്. ശരിയാണ്. അപ്പോൾ ഗൾഫിലെ ടാക്സ് നിയമങ്ങൾ ശരിക്കും വളരെ ഡൈനാമിക്കാണ്, വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ സംസാരത്തിൽ നമ്മൾ UAE, സൗദി, പിന്നെ മറ്റു GCC രാജ്യങ്ങളിലെ ചില പ്രധാന മാറ്റങ്ങൾ ഒഴിച്ചു നോക്കി. അതെ. ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ് പ്ലാനുകളെയും പ്രവർത്തനങ്ങളെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ ഫ്രീ സോൺ നിയമങ്ങൾ, ഇൻവോയ്സിംഗ്, DMTT ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായും. ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് ആഴത്തിൽ പഠിക്കാനുണ്ട്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നികുതി മാറ്റങ്ങളെല്ലാം ദീർഘകാലയളവിൽ GCC രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെയും ലോകകമ്പോളത്തിലുള്ള അവരുടെ ഒരു മത്സരശേഷിയെയും എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? അത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. എന്തായാലും ഇന്നത്തേക്ക് നിർത്തുന്നു. അടുത്ത തവണ കാണാം.